ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ സ്മാർട്ട് ബസാറിൽ പോയതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. സ്മാർട്ട് ബസാറിലെ സെക്കൻഡ് ഫ്ലോറാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ ഡ്രസ്സ്, ഹെൽമെറ്റ്, ബാഗ്, ട്രോളി ബാഗ് അങ്ങനെയൊക്കെയാണ്. ലിഫ്റ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് എത്നിക് വെയേഴ്സിൻ്റെ സെക്ഷനാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പൊതുവേ ഞാൻ ഫ്രാഞ്ചൈസി സ്റ്റോറുകളിൽ തന്നെയാണ് പോവാറ്. സുഡിയോ, ട്രെൻഡ്സ്, മാക്സ്. ഈ സ്മാർട്ട് ബസാറിൻ്റെ ഡ്രസ്സ് എൻ്റെ സെക്ഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. എത്നിക് വെയേഴ്സിന് കമ്പാരിറ്റീവ്ലി വളരെ റേറ്റ് കുറവാണ്. 599, 499 ഒക്കെയാണ്. നമുക്ക് ടെമ്പിൾ വിസിറ്റ്, ഫങ്ഷണൽ വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പുള്ള കുർത്തീസിനൊക്കെ അവിടെ വളരെ റേറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ കിടക്കുന്നതെല്ലാം കുർത്തീസാണ്. കുറച്ചൊരു ഹിപ്പ് ഹോപ്പ് ടൈപ്പിൽ ഇടാൻ പറ്റിയ ഫ്രോക്കായിട്ടും വെയർ ചെയ്യാതെ വേണമെങ്കിൽ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന് 499 ആണോ 599 ആണോ നല്ലതാണ്. പൊതുവേ അവിടെ ക്ലോത്തിങ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കണ്ടതുകളിൽ വെച്ചിട്ടും നേരത്തെ കണ്ട് നമ്മൾ ഒത്തിരി ഫ്രാഞ്ചൈസി സ്റ്റോറുകളുണ്ടല്ലോ അവിടെ വെച്ചിട്ട്. പിന്നെ ഇത് ലെഗിൻസിൻ്റെ സെക്ഷനാണ്. ഇവിടെ ടു നോസ് വാങ്ങുമ്പോൾ 499 3 വാങ്ങുമ്പോൾ 699 ആണ്. അതും ഓക്കെയാണ്. പിന്നെ ഈ യെല്ലോ ഡ്രസ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അത് പക്ഷേ 899 ആണ്. പക്ഷെ അതൊരു വൈബ്രൻറ്റ് ഷെയ്ഡാണ്, വൈബ്രൻറ്റ് ഡ്രസ്സാണ്, നല്ലതാണ്. അതിട്ടാലൊരു എലഗൻറ്റ് കാഷ്വൽ വെയറാണ്, പക്ഷെ ഒരു എലഗൻറ്റ് ലുക്ക് കിട്ടും. പിന്നെ ഇത് വിമൻ്റെ കാഷ്വൽ വെയേഴ്സ് കുർത്തീസാണ്. 399, 299 ഉള്ളതും ടോപ്സാണ് കേട്ടോ. ഷോർട്ട് ടോപ്സാണ്, കുർത്തീസല്ല. 399 ആണ്. ഗേൾസിൻ്റെ ഉണ്ട്, വിമൻസിൻ്റെയും ആ സെക്ഷനിൽ തന്നെയാണ്. അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതാ ഈ മെറൂണും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇത് ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റും. ഗേൾസിനും വിമൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ റേറ്റ് അഫോർഡബിൾ ആണ്. 399 ആണോ 499 ആണോ അങ്ങനെയാണ്. ഈ ഒരു ഏരിയ മൊത്തം ടോപ്സാണ് കേട്ടോ. നമ്മുടെ ജീൻസിന് വെയർ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഷോർട്ട് ഓവർ സൈസ്ഡ് അതൊക്കെ അവിടെയുണ്ട്. ജീൻസിൻ്റെ സെക്ഷൻ ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ടോപ്സൊക്കെ അവിടെയുണ്ട്. ഗേൾസിന് ഇഷ്ടപ്പെടുന്ന പിങ്ക്, പീച്ച്, ബ്ലൂ അങ്ങനെയുള്ള ഇപ്പോൾ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെ ഭയങ്കര ട്രെൻഡല്ലേ, അങ്ങനെയുള്ള ടോപ്പുകളാണ് കൂടുതലും ഞാൻ അവിടെ കണ്ടത്. പിന്നെ ഇതൊക്കെയും ടോപ്സ് തന്നെയാണ്. ഇതൊക്കെ ഏകദേശം ആ റേഞ്ചിൽ 399 അതൊരു ട്രിക്കല്ലേ, 99 അവസാനിക്കുന്ന ഡ്രസ്സ്. പിന്നെ ഇതൊക്കെ നൈറ്റീസാണ്. ഇത് 599 ആണ് ഞാൻ കണ്ടത്. 499 ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ നല്ല മെറ്റീരിയലാണ്, കോട്ടൺ ആണത്, പ്യുവർ കോട്ടൺ തന്നെയാണത്. പിന്നെ കിഡ്സിൻ്റെ സെക്ഷനിലോട്ട് പോകുമ്പോൾ 50% ഇട്ടിട്ടുണ്ട്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ബേസിക്കലി ഉണ്ടല്ലോ, നമ്മൾ മറ്റുള്ള ഫ്രാഞ്ചൈസി ഷോപ്പിൽ, അത് മാക്സ്, ട്രെൻഡ്സിലൊക്കെ പോകുമ്പോൾ എനിക്ക് എൻ്റെ മക്കൾക്ക് ഷർട്ടിന് ഭയങ്കര റേറ്റ് വരാറുണ്ട്. ഇവിടെ പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് കുറവായിട്ട് തോന്നി. പിന്നെ ഇത് ഗേൾസിൻ്റെ ടീഷർട്ടാണ്. 179 ആണെന്ന് തോന്നുന്നു, 179. അതിന് പറ്റിയ ലെഗിൻസ്, ഷോർട്ട് ലെഗിൻസ് അങ്ങനത്തേത് 199 ആയിരുന്നു എന്ന് തോന്നുന്നു. 199 തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അഫോർഡബിൾ ആണ്, പക്ഷെ ക്വാളിറ്റി ഉണ്ട്. ആ ടീഷർട്ടിനൊക്കെ നമ്മൾ വാങ്ങുന്നത് ആ ഒരു ക്വാളിറ്റി അതിനുണ്ട്. പിന്നെ ഇതൊക്കെ കുറച്ചൊരു ഫ്രോക്സാണ്, അതിനും റേറ്റ് കുറവാണ്. ഇത് ടീഷർട്ട്സാണ്, ഗേൾസിൻ്റെ ബോയ്സിൻ്റെ ഒക്കെ ഉണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞ ഷർട്ട്സിൻ്റെ സെക്ഷൻ ഇതാണ്. ഇത് 399 ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ഭയങ്കര ഒരു ക്ലാസി ലുക്കായിരുന്നു. അങ്ങനെ എൻ്റെ മൂത്ത ആൾക്ക് ഷർട്ട് കിട്ടാറേ ഇല്ല. കിട്ടിയാൽ ഒന്നില്ലെങ്കിൽ സൈസ് ശരിയാവില്ല, ഇല്ലെങ്കിൽ റേറ്റ് നമുക്ക് ശരിയാവത്തില്ല അങ്ങനെ. പക്ഷേ ഇവിടെ റേറ്റും സൈസും എല്ലാം അവൈലബിൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മുടെ ഇവിടുത്തെ സ്മാർട്ട് ബസാറിലെ ഡ്രസ്സിൻ്റെ ഏരിയ ഓസമാണ്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഇത് കാഷ്വൽ വെയേഴ്സാണ്. 249 ടീഷർട്ട്, നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ട്സൊക്കെയാണ്. പിന്നെ ഇത് മെൻസിൻ്റെ ട്രൗസേഴ്സ് ടൈപ്പാണ്. 129 ആണ് അതിന്. ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ ഉപയോഗിക്കാം, ബോക്സേഴ്സായിട്ട് ഉപയോഗിക്കാം, അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഓരോരുത്തരുടെ സ്റ്റൈലിംഗ് പോലെ ഇരിക്കും. പിന്നെ ഇത് ജെൻസിൻ്റെ എത്നിക് വെയർ ഫോർമൽ പാൻസാണത്. അത് 699 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പുതപ്പാണ്, 99. അതും നല്ലതാണ്, സിംഗിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതും വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ സംബന്ധിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിൽ മസ്റ്റായിട്ടും വേണ്ടൊരു സാധനമാണല്ലോ രാത്രി. ഇവിടെ 1, 2, 3 പുതപ്പൊക്കെ പൊതിച്ച് കിടക്കുന്ന ക്ലൈമറ്റ് ഇപ്പോൾ ഇവിടെ അടിമാലിയിൽ അങ്ങനെയാണ് ക്ലൈമറ്റ്. അങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്ക് നല്ലതാണത്. ഇത് എന്തായിരുന്നു, പില്ലോയാണ്. ഇത് ഫൈബർ പില്ലോയാണ്. 499, 2 പീസിന് 499 അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഫ്ലോർ മാറ്റാണ്.
ഞാൻ ഒരെണ്ണം വാങ്ങിയിരുന്നു. ഈ 49ൻ്റെ ചവിട്ടി ഞാൻ വാങ്ങിയിരുന്നു. പല റേറ്റിലുണ്ട്, പല ക്വാളിറ്റിയിലുണ്ട്. അതിൻ്റെ ഫർ തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഓക്കെയാണ്. ചിലതിങ്ങനെ അതിൽ ആ നൂലിങ്ങനെ വിട്ട് വിട്ട് വരും. അപ്പോൾ അത് റേറ്റ് കുറയുമ്പോൾ ചിലപ്പോൾ ക്വാളിറ്റി ഡിഫറൻസ് വരുന്നതും ഇതിലുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളതും ഇതിലുണ്ട്. അപ്പം നമ്മൾ നോക്കി ദിവസം എന്നല്ല, വാങ്ങുന്ന ആളുകൾക്കറിയാലോ അതെങ്ങനെ നല്ലതാണോ എടുക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങുക. എല്ലാ ഷോപ്പിലും എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ടാവും. ഇത് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല സുഖമാണ് അതിൽ ചവിട്ടാൻ തോന്നത്തില്ലാത്ത ചവിട്ടിയാണത്. പിന്നെ ഇത് 50% ഡിസ്കൗണ്ട്. ബാത്ത് ടവൽസ് ഒക്കെയാണ് കേട്ടോ. 79, 59. അല്ലാതെ നമ്മളെ ലഞ്ച് ബോക്സ് ക്യാരിയർ കൊണ്ടുപോകുമ്പം കവർ ചെയ്യുന്ന കുട്ടികൾക്കുള്ള ടവൽസ്, അതിനൊക്കെ റേറ്റ് കുറവുണ്ട്. ബാത്ത് ടവൽസ് 149 പല റേറ്റ്സിലുണ്ട്, പല സൈസിലുണ്ട്. അങ്ങനെ ഇതെല്ലാം ബാത്ത് ടവൽസാണ്. ഇത് വീക്ക്നെസ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇവിടെ ചെല്ലുക. പല വേരിയൻസ്, പല സൈസ് ഒക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇത് പില്ലോ കവറോട് കൂടിയിട്ടുള്ള സെറ്റാണ് 720. അതും ബേസിക്കലി അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഇത് കാണുന്ന ആളുകൾക്ക് ഇതിനേക്കാൾ അഫോർഡബിളായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ഷോപ്പ് ഇവിടെ ഉള്ളതാണെങ്കിൽ ഞാൻ വ്ലോഗ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതൊക്കെ അങ്ങനെ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ മാട്രസ്സുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് അവിടെ മൊത്തം. 70% ഓഫ്. പില്ലോ കവേഴ്സാണ് അങ്ങനെ. പിന്നെ ഇതെല്ലാം പില്ലോ കവേഴ്സ്, കുഷ്യൻ കവേഴ്സ്, കോട്ടൺ ബെഡ്ഷീറ്റ്സ് ഉണ്ട് അവിടെ. എല്ലാം നമ്മൾ കുറച്ച് സമയമെടുത്ത് എല്ലാ സെക്ഷനും കവർ ചെയ്യണം. പിന്നെ ഇത് പായയ്ക്ക് ഇവിടെ വെച്ചിരിക്കുന്ന പായയ്ക്ക് 179 ആണ്. ഇതിൽ കൂടുതലാണോ പായയ്ക്ക് എന്നുള്ളത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എനിക്കിത് അഫോർഡബിളായിട്ട് തോന്നി. ഞാൻ പായ മേടിക്കാൻ ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. പായ മേടിച്ചിട്ടുള്ള ആരെങ്കിലും പറയണം ഇത് അഫോർഡബിൾ ആണോ എന്ന്. ഇതും പില്ലോയാണ്. പല തരത്തിലുള്ള പില്ലോസുണ്ട്. എൻ്റെ വീട്ടിലെല്ലാം ഒരുപോലെയാണ്. നിങ്ങളുടെ വീട്ടിൽ പല തരത്തിൽ പല ക്വാളിറ്റിയിലുള്ള പില്ലോ ഉണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് റേറ്റ് കുറവാണോ ഇതിന് റേറ്റ് കൂടുതലാണോ എന്നുള്ളത്. ഇത് യോഗ മാറ്റായിട്ട് ഉപയോഗിക്കാം. 179 ആയിരുന്നു. 179 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം ബാഗിൻ്റെ സെക്ഷനാണ്. ബാഗും 50% ഒക്കെ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് പല ബാഗുകൾക്കും. പിന്നെ ട്രോളി ഇത് ഹെൽമെറ്റാണ് കേട്ടോ. ഹെൽമെറ്റിൻ്റെ അപ്പുറയാണ് ട്രോളി വരുന്നത്. ഹെൽമെറ്റും നിങ്ങൾ നോക്കുക ഏത് ബ്രാൻഡിൻ്റെ ആണെന്നുള്ളത്. ആ ബ്രാൻഡിൻ്റെ ഇത്രയേ ഉള്ളൂ റേറ്റ് എന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ട്രോളി 3 ഇങ്ങനെ ലാർജ്, മീഡിയം, സ്മോൾ അങ്ങനെ അതൊരു സെറ്റാണ്. 60% ഓഫറിന് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 7000, 5000, 4500 അങ്ങനെ പല റേറ്റിലുണ്ട്. പിന്നെ കുറച്ച് വലിയ ആളുകളുടെ ബാഗ്സാണ് ആ പുറകിൽ കിടക്കുന്ന ഷോൾഡർ ബാഗ്സ്. പിന്നെ ഈ കിഡ്സിൻ്റെ ബാഗും അഫോർഡബിൾ ആണ്. കാരണം ഒരു പ്രമുഖ കമ്പനിയായ ബാഗ് ആണ് എൻ്റെ ഇളയാൾ ഉപയോഗിക്കുന്നത്. ഈ താഴെ കിടക്കുന്ന സ്പൈഡർമാൻ. ഇതിൻ്റെ ഏകദേശം ഒരു ഡബിൾ റേറ്റ് ഉണ്ട്. പക്ഷേ അതേ ക്വാളിറ്റിയിൽ അതിനേക്കാൾ അല്പം ക്വാളിറ്റി കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ ഈ ബാഗിന്. വളരെ നല്ല ബാഗ്സാണ്. ഈ ബ്ലൂ ബാഗ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. നല്ലൊരു എലഗൻറ്റ് ബാഗായിരുന്നു അത്. പിന്നെ മെൻസിൻ്റെ സെക്ഷൻ ഷർട്ട് ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ല. എന്നാലും റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പം റേറ്റ് വളരെ വളരെ കുറവാണെന്നല്ല, ഒരു 499 തൊട്ട് ഷർട്ട്സ് ഉണ്ട് അവിടെ. പിന്നെ എത്നിക് വെയേഴ്സ്, ക്യാപ്സ് 139 ആയിരുന്നു എന്ന് തോന്നുന്നു. ക്യാപ്സ് അതേ 199 ആണോ. ക്വാളിറ്റിയുള്ള ക്യാപ്സാണ് കേട്ടോ. പിന്നെ അവിടെ പാൻസ്, ജീൻസ് അങ്ങനെയൊക്കെ. ജീൻസൊക്കെ 699 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ താഴെ ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 699 തൊട്ടാണ് ഞാൻ കണ്ടത്. 799, 699 അങ്ങനെ ജീൻസ്, പാൻസ് ഒക്കെ ഏത് തരക്കാർക്കും പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് അവിടെ ഉണ്ട്. പിന്നെ ഇത് ഗേൾസിൻ്റെ, വിമൻസിൻ്റെ ആക്സസറീസാണ്, ഹെയർ ആക്സസറീസാണ്. ഇതെല്ലാം 35 ആണേ. ആ ഒരു ബുഷിൻ്റെ സെറ്റ്, ഈ കിടക്കുന്നത് ഇത് ക്ലിപ്സ്, പെയറായിട്ട് ക്ലിപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഇതിനകത്ത് 3 എണ്ണം അങ്ങനെ വരുന്ന ചെമ്പകം ക്ലിപ്പ് അല്ലേ, അങ്ങനെയൊക്കെ ഇപ്പോൾ പറയും. ഇത് ഭയങ്കര ക്യൂട്ടാണ്. ഇതൊരു മാല, കുഞ്ഞുങ്ങളുടെ കയ്യിലിടുന്ന ഒരു ബ്രേസ്ലെറ്റ് ടൈപ്പ്, പിന്നെ നടുക്കിരിക്കുന്നത് ഒരു റിങ്ങാണ്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇത് കുർത്തീസാണ്. ഈ 299 ഉണ്ട്, 399 ഉണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന മെറൂൺ 299 ആണ്. അതും നല്ല കോട്ടനാണ്. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സ്റ്റിഫൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് റീയൂസ് ചെയ്താൽ നല്ലതായിരിക്കും. സ്റ്റിഫില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഇങ്ങനെ അത് ഒതുങ്ങിപ്പോകും. സ്റ്റിഫൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചാൽ നല്ലതാണ്. ഇത് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുതലാണ്. ഇത് 399 ആണ്. അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി.
പിന്നെ ബാഗ്, ഇത് അവരുടെ തന്നെ ബ്രാൻഡഡ് ബാഗാണ്. 199. യാത്രയൊക്കെ പോകുന്നവർക്ക് നല്ലതാണ്. അല്ലെങ്കിൽ മദർ ബാഗായിട്ട് ഉപയോഗിക്കാം. ഫീഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ തീരെ കുഞ്ഞു ബേബി ഉള്ളവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ ഡ്രസ്സ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നില്ലേ? ഡബിൾ ഷെയ്ഡ്, അത് കൊള്ളാം. അതൊരു ട്രെൻഡി കളർ കോമ്പിനേഷൻ ആൻഡ് ഡ്രസ്സായിട്ട് എനിക്ക് തോന്നി, അതെനിക്കിഷ്ടമായി. അതുപോലെ ടീനേജേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡ്രസ്സ്, ടോപ്സ്, ട്യൂണിക് ടോപ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് ബോയ്സിൻ്റെ സെക്ഷനാണ്. ജോഗേഴ്സ്, ജീൻസ്, പലതരം ബെൽ ബോട്ടം എല്ലാം ഉണ്ട് അവിടെ. ബാഗി പാൻസ്. പിന്നെ ഇത് ഷോള് 199, 139 അങ്ങനെ പല റേഞ്ചിലുള്ള ദുപ്പട്ടാസ് അവിടെ ഉണ്ട്. ഇത് ഇങ്ങനെ 4 എണ്ണം ഒരു സെറ്റാണേ. അതിൻ്റെ റേറ്റ് 99 കണ്ടോ, 99 റുപ്പീസുള്ളൂ. ഇതൊക്കെ ഈ ഒരു ഏരിയ 99 റുപ്പീസാണ്. അത് അഫോർഡബിൾ ആണ്. പിന്നെ ബിസ്ക്കറ്റ്സിനൊക്കെ ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഉണ്ട്, 50% ഉണ്ട്. അങ്ങനെ മാൾക്കിസ്റ്റിനൊക്കെ ഉണ്ട്, ഓഫറുണ്ട്. ബിസ്ക്കറ്റ്സിനൊക്കെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് അവരവിടെ ഇട്ടിട്ടുണ്ട്. ഇത് മാൾക്കിസ്റ്റിൻ്റെ ഡിസ്കൗണ്ട് ഏരിയ ആണ്. അതല്ലാതെ സാധാ മാൾക്കിസ്റ്റിനും ചെറിയ മാൾക്കിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ കണ്ടോ റെഡ് കളറ്, അത് ബൈ 2 ഗെറ്റ് 1 ആണ്. ഇതെല്ലാം ഡാർക്ക് ഫാൻറ്റസി, ബർബൺ, എല്ലാം ഓറിയോ എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട്. ഡാർക്ക് ഫാൻറ്റസിയുടെ ഒത്തിരി ബിസ്ക്കറ്റിന് ഡിസ്കൗണ്ട്സ് ഉണ്ട്. പിന്നെ ഞാനൊരു ചോക്കോ പൈയുടെ ഒരു ഫാമിലി പാക്ക് വാങ്ങിയിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു സ്റ്റോറിൽ പോയിരുന്നപ്പോൾ ഉള്ള റേറ്റ് അല്ല ഇവിടെ. ഗ്രാംസും സെയിം തന്നെ, പക്ഷേ ഇവിടെ റേറ്റ് കുറവുണ്ട്. ഇത് ബൈ 1 ഗെറ്റ് 1 ആണ് ഡാർക്ക് ഫാൻറ്റസിയുടെ. അത് ഒരെണ്ണത്തിന് 179 ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ലേസ് ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷെ നിങ്ങൾ ദയവ് ചെയ്ത് ലേസ് വാങ്ങരുത്. ലേസ് വാങ്ങി കുട്ടികൾക്ക് കൊടുക്കരുത്. അത് ഇന്ത്യ ബാൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റുള്ള അവരുടെ സ്റ്റോക്ക് വിറ്റ് തീരുന്നത് വരെ അവർക്ക് വിൽക്കാം. ഇനി പ്രൊഡക്ഷൻ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. നിങ്ങൾ അങ്ങനെയുള്ള ന്യൂസുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്ര ഡിസ്കൗണ്ടിൽ കിട്ടിയാലും കുട്ടികൾക്ക് കവർ ഐറ്റംസ് കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഈ ബിസ്ക്കറ്റൊക്കെ കാണിച്ചില്ലേ, ഇതൊക്കെയും ഇതിനകത്ത് ഒത്തിരി ഷുഗർ കണ്ടൻ്റ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ നാരങ്ങ മിഠായിയുടെ വേറൊരു വേർഷനാണ് കേട്ടോ, ബൈ 1 ഗെറ്റ് 1 ആണ്. ഞാൻ വാങ്ങിയില്ല, അതിഷ്ടമുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുമല്ലോ, അപ്പോൾ അത് വാങ്ങാം. അങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ലേസിൻ്റെ കാര്യം, ലേസ്, കുർക്കുറെ അങ്ങനെയുള്ള കുറേ പാക്ക്ഡ് ഐറ്റംസ് ഇല്ല, അത് കൊടുക്കാതിരിക്കുക. വളരെ അൺഹെൽത്തിയാണ്. പിന്നെ ഇതെല്ലാം സ്നാക്സിൻ്റെ ഏരിയയാണ്. അത് 800 ഗ്രാംസ് ഒക്കെയാണെന്ന് തോന്നുന്നു, 1 kg അടുത്തുണ്ട്. അതൊക്കെ നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇതൊരു ഫ്രോസൺ ഫുഡൊക്കെ ഇരിക്കുന്നതിൻ്റെ ഏരിയയാണ്. അവിടെ അമുൽ സാധനങ്ങളാണ്, മിൽമ എല്ലാം ഉണ്ട്, പാല്, തൈര്, എല്ലാം ഉണ്ട് അവിടെ. ഫെറോറോ റോഷെ എന്തെങ്കിലും വാങ്ങാൻ പറ്റട്ടെ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, പക്ഷെ അതൊന്ന് വാങ്ങി ആ ഗോൾഡൻ കവർ തുറന്ന് അതൊന്ന് കഴിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. എന്നേക്കാൾ ആഗ്രഹം മാത്തുക്കുട്ടനുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിയില്ല കേട്ടോ. അതിന് ഡിസ്കൗണ്ട് ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിയേനെ. പിന്നെ ഇത് ഗ്രോസറീസാണ്. ഗ്രോസറീസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വാങ്ങുന്ന ആളുകൾക്ക് അവിടെ വന്നാൽ എത്രത്തോളം ഡിസ്കൗണ്ട് ഉണ്ടെന്ന് അത് കമ്പയർ ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ച് എനിക്ക്